In each pair of triangles below, find all pairs of matching angles and write them down. അതായത് താഴെ ഫിഗറിൽ രണ്ട് ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിലെയും മാച്ചിങ് ആംഗിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രയാങ്കിൾ NLMഉം ട്രയാങ്കിൾ XYZഉം എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. കാരണം എന്താണ്, ഇവയിലെ സൈഡ്സ് ഏതൊക്കെയാണ്? 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. അതേ സൈഡ്സ് തന്നെയാണ് രണ്ട് ട്രയാങ്കിൾസിനും ഉള്ളത്. അതുകൊണ്ട് സൈഡ്സ് ഒക്കെ ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. ആദ്യം 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 സെൻറ്റിമീറ്ററിന് ട്രയാങ്കിൾ NLMന്റെ 2 സെൻറ്റിമീറ്ററിൽ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ M ആണ് അല്ലേ. അതേപോലെ ട്രയാങ്കിൾ XYZൽ 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ Z ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ M ഈസ് ഈക്വൽ ടു ആംഗിൾ Z. കാരണം എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു 2 സെൻറ്റിമീറ്റർ. ഇനി 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൽ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ N ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൽ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ X ആണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ N ഈസ് ഈക്വൽ ടു ആംഗിൾ X എന്നെഴുതാം. കാരണം എന്താണ്? ദേ ആർ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സൈഡ് ഓഫ് 3 സെൻറ്റിമീറ്റർ. ഫോർ സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? 4 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ L ആണ് ഫസ്റ്റ് ട്രയാങ്കിളിൽ. സെക്കൻഡ് ട്രയാങ്കിളിൽ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ Y ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ L ഈസ് ഈക്വൽ ടു ആംഗിൾ Y എന്ന് കൊടുക്കാം. കാരണം എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സൈഡ് ഓഫ് 4 സെൻറ്റിമീറ്റർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇവ രണ്ടും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. കാരണം ഇവയിലെ സൈഡ്സ് 2.4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3.6 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഈക്വൽ സൈഡ്സ് ആയതുകൊണ്ട് ഇവ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസിലെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം 2.4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൽ 2.4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ B ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൽ 2.4 സെൻറ്റിമീറ്റർ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ P ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ P. കാരണം എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സൈഡ് ഓഫ് 2.4 സെൻറ്റിമീറ്റർ. ഓക്കെ, അതേപോലെ ഇനി 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? ആദ്യത്തെ ട്രയാങ്കിളിൽ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ A ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൽ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ R ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ R. കാരണം എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സൈഡ് ഓഫ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ആദ്യത്തെ ട്രയാങ്കിളിൽ 3.6 സെൻറ്റിമീറ്റർ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ C ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൽ 3.6 സെൻറ്റിമീറ്റർ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ Q ആണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ Q ആണ്. കാരണം എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സൈഡ് ഓഫ് 3.6 സെൻറ്റിമീറ്റർ. In the triangle below, AB is equal to QR, BC is equal to RP, CA is equal to PQ. Compute angle C of triangle ABC and all angles of triangle PQR. അതായത് ഈ ട്രയാങ്കിളിലെ ABയും QRും ഈക്വൽ ആണ്, BCയും RPയും ഈക്വൽ ആണ്, CAയും PQയും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും സൈഡ്സ് തമ്മിൽ ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെയിം സൈഡ്സ് ഓഫ് triangle ABC and triangle PQR are same. Triangle ABC and triangle PQR are equal triangles. അപ്പോൾ ആദ്യം നമുക്ക് ആംഗിൾ C കണ്ടുപിടിക്കാം. ആംഗിൾ C എന്ന് പറയുന്ന ട്രയാങ്കിൾ ABCയിലെ ഒരു ആംഗിൾ ആണ് അല്ലേ. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്താണ്? 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ABCയിലെയും സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ ABCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 40 ഡിഗ്രി, പിന്നെ ഒന്ന് 60 ഡിഗ്രി പ്ലസ് പിന്നെ ആംഗിൾ C ഇസ് ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രി.
40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി 100 ഡിഗ്രിയാണ്. സോ 100 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ സി കാണാം. അതിന് വേണ്ടിയിട്ട് ഈ പ്ലസ് 100 ഡിഗ്രിയെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 100 ഡിഗ്രി ആകും. സോ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി എത്രയാണ്? 80 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ സി നമുക്ക് എത്ര കിട്ടി? 80 ഡിഗ്രി കിട്ടി. ഓക്കെ, ഫിഗറിൽ തന്നിട്ട് എ ബി എന്ന സൈഡും ക്യു ആർ എന്ന സൈഡ് ഈക്വലാണ്, ബി സി എന്ന സൈഡും പി ആർ പി എന്ന സൈഡ് ഈക്വലാണ്, സി എന്ന സൈഡും പി ക്യു എന്ന സൈഡ് ഈക്വലാണ് അല്ലേ? അതായത് ട്രയാങ്കിൾ എ ബി സിയിലെ എല്ലാ സൈഡ്സും ട്രയാങ്കിൾ പി ക്യു ആറിലെ എല്ലാ സൈഡ്സിനും ഈക്വലാണ്. അതുകൊണ്ട് എന്ത് പറയാം? ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നിട്ടുണ്ട് എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ എന്നാണ് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ക്യു ആറിന് ഓപ്പോസിറ്റുള്ള ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? എ ബിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ 80 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ 80 ഡിഗ്രി ഈസ് ഈക്വൽ ടു ക്യു ആറിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ക്യു ആറിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ പി. ഓക്കെ, അപ്പോൾ ആംഗിൾ പി നമുക്ക് എത്ര കിട്ടി? 80 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ്? ആംഗിൾ ക്യൂ കാണണം അല്ലേ? അതേപോലെ ആംഗിൾ ആറും കാണണം. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ബി സി ഈസ് ഈക്വൽ ടു ആർ പി എന്നാണ് പിന്നെ തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ബി സി എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളും ആർ പി എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? കാരണം എന്താ? ഈക്വൽ ട്രയാങ്കിൾസിലെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ബി സിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ബി സിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ 40 ഡിഗ്രിയാണ്. ആർ പിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ക്യൂ ആണ് അല്ലേ? അപ്പോൾ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു ക്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ ക്യൂവും കിട്ടി. അത് എത്രയാണ്? 40 ഡിഗ്രി. ഓക്കെ, ഇനി പിന്നെ തന്നിട്ടുണ്ട് സി എ ഈസ് ഈക്വൽ ടു പി ക്യൂ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സി എ എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളും പി ക്യൂ എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ സി എക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? സി എക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് പി ക്യൂ. പി ക്യൂവിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ ആറാണ് അല്ലേ? ഈസ് ഈക്വൽ ടു ആംഗിൾ ആറ്. ഓക്കെ, നമുക്ക് ആംഗിൾ ആറും കിട്ടി. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ പി ക്യു ആറിലെ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടു. ആംഗിൾ പി 80 ഡിഗ്രിയാണ്, ആംഗിൾ ക്യൂ 40 ഡിഗ്രിയാണ്, ആംഗിൾ ആറ് 60 ഡിഗ്രിയാണ്. അതേപോലെ ആംഗിൾ സി എത്രയാണ്? 80 ഡിഗ്രിയാണ്.